എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ നോമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നല്ലോ. ഈ നോമ്പ് നാളുകളിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ വൈകുന്നേരം നോമ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കായിട്ട് കഴിഞ്ഞ നാളുകളിൽ കൂടി വരാറുണ്ട്. അതുപോലെ നമ്മൾ ഇന്നും ഓൺലൈനായിട്ട് നോമ്പുകാല പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു പകൽക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങൾക്ക് വരാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചതിനായി സൂക്ഷിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളെ സഭയായി വിശ്വാസ സമൂഹമായി ഒരു നോമ്പ് നാളുകളിലേക്ക്, നോമ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച വൻകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവറി ക്രൂശിൽ അനുഭവിച്ച കഷ്ടങ്ങളെയും കർത്താവെ പീഡനങ്ങളെയും ഒക്കെ ഓർക്കുകയും അങ്ങയുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത നന്മകളെയൊക്കെ മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ സഹായിക്കണമേ. കർത്താവെ, പതിവായുള്ള ഒരു ആചാരം എന്നുള്ളതിനപ്പുറമായി ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ ഈ നാളുകൾ ഒരു പുതുക്കത്തിൻ്റെയും തിരുത്തലുകളുടെയും ആത്മീയമായ ശ്രേഷ്ഠകരമായ അവസ്ഥകളിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സമയങ്ങളുമായി തീരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ആത്മീയമായി മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ചിന്തിപ്പാനും പഠിപ്പാനും ഒക്കെ ഇടയാക്കണമേ. കർത്താവെ, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ കൂടിയവരും അനുഗ്രഹമായിരിക്കാൻ ഇടയാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ ഹാർദമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് റീനു കുട്ടിയാണ്. അതിനുശേഷം കോശി പി തോമസ് 40-ാമത്തെ സങ്കീർത്തനം വായിക്കും. താങ്ക് യു അച്ഛാ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 151-ാമത്തെ പാട്ട് പാടാം. സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, തേടിപ്പോകാതെ വേഗം നേടുവിൻ മുക്തി, തേടിപ്പോകാതെ വേഗം നേടുവിൻ മുക്തി. സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, കല്ലും മുള്ളും മാർന്നിടുന്ന കാൽവരിയിൽ കാൺമതെന്ത്, കല്ലും മുള്ളും മാർന്നിടുന്ന കാൽവരിയിൽ കാൺമതെന്ത്, മോഹപാശം നീക്കിടുന്ന സ്നേഹരൂപമോ, മോഹപാശം നീക്കിടുന്ന സ്നേഹരൂപമോ, സ്നേഹരൂപമോ, മഹാത്യാഗദീപമോ. സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, കാണിയും കരുണയന്യേ പണികളിലാണി ചേർത്തു, കാണിയും കരുണയന്യേ പണികളിലാണി ചേർത്തു, വൻകുരിശിലേറ്റിടുന്നു
സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, തേടിപ്പോകാതെ നേടുവിൻ മുക്തി, തേടിപ്പോകാതെ വേഗം നേടുവിൻ മുക്തി. മന്നിടത്തിൽ മർത്യവിഷം കൈവരിച്ചു ജാതനായ, മന്നിടത്തിൽ മർത്യവിഷം കൈവരിച്ചു ജാതനായ ക്രിസ്തുദേവൻ പാപികൾക്കായി തൻ തിരുജീവൻ, ക്രിസ്തുദേവൻ പാപികൾക്കായി തൻ തിരുജീവൻ, തൻ തിരുജീവൻ അന്ത കൈവെടിയുന്നു, തൻ തിരുജീവൻ അന്ത കൈവെടിയുന്നു. സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, സോദരരെ പാപമാർഗം തേടിപ്പോകാതെ, തേടിപ്പോകാതെ വേഗം നേടുവിൻ മുക്തി, തേടിപ്പോകാതെ വേഗം നേടുവിൻ മുക്തി. സോദരരെ പാപമാർഗം തേടിപ്പോകാതെ. അടുത്ത കാൽവറിയിൽ യേശുനാഥൻ എന്ന് പറയുന്ന ഒരു ഗാനം. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ എൻ പിഴകൾ നീങ്ങി ഞാനും ദൈവത്തിൻ പൈതലായി. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ എൻ പിഴകൾ നീങ്ങി ഞാനും ദൈവത്തിൻ പൈതലായി. തന്നോടെ അണിപ്പിണരുകളതിനാലെ സൗഖ്യം മേകിയെന്നിൽ, തന്നോടെ അണിപ്പിണരുകളതിനാലെ സൗഖ്യം മേകിയെന്നിൽ. ജീവൻ മറുവിലയായി നൽകി എന്നെ വീണ്ടെടുത്തു, തൻ മരണം അതുമൂലം എൻ നരകം നീങ്ങി, തൻ മരണം അതുമൂലം എൻ നരകം നീങ്ങി. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ എൻ പിഴകൾ നീങ്ങി ഞാനും ദൈവത്തിൻ പൈതലായി. എന്നോടെ അനവധി പാപങ്ങളഖിലം പാടെ നീക്കിടുവാൻ, എന്നോടെ അനവധി പാപങ്ങളഖിലം പാടെ നീക്കിടുവാൻ, ചിന്തി നിണമഖിലം നാഥൻ തൂങ്ങി മരക്കുരിശിൽ. ശാന്തമായി ഏറ്റിതെല്ലാം പാപി എന്നെ നേടുവാൻ, ശാന്തമായി ഏറ്റിതെല്ലാം പാപി എന്നെ നേടുവാൻ. കാൽവറിയിൽ യേശുനാഥൻ യാ
ദൈവത്തിൻ പൈതലായി. എൻ പിഴകൾ നീങ്ങി ഞാനും ദൈവത്തിൻ പൈതലായി. താങ്ക് യു അച്ഛാ. താങ്ക് യു റീനു. ഇപ്പൊ കോശി സങ്കീർത്തനം വായിക്കും. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 40-ാം സങ്കീർത്തനം, സാം 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. ഹന്യയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ ആയിരിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഏകാഗ്രമാക്കാം. നോമ്പ് നാളുകള് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്കായും കൃപയ്ക്കായും ക്ഷമയ്ക്കായും ഒക്കെ നമ്മൾ അപേക്ഷിക്കുന്ന സമയമാണല്ലോ. നമ്മളൊക്കെ പാപം ചെയ്തവരാണ്, ഒരുപാട് വീഴ്ചകളുള്ളവരാണ്. അതിൽ നിന്നൊക്കെ ദൈവം നമ്മോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. നമുക്ക് ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയാം.
ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സന്തോഷത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രായമായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ആവശ്യമായ ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും പ്രതികൂലങ്ങളിലും ഒക്കെ ആശുപത്രിയിലായിരിക്കുന്നവർ, ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്, ഡയാലിസിസ്, മറ്റ് പലവിധമായ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സർജറിയൊക്കെ ചെയ്തൊക്കെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാൻ ദൈവം അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും വിടുതലും സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ, 11ാം ക്ലാസ്സിൽ, 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെയും ഫൈനൽ എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നവർ, എഴുതിക്കൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹയർ എഡ്യൂക്കേഷനിലായിരിക്കുന്നവർ, പഠനവുമായി ബന്ധപ്പെട്ട് വിദൂരതയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർക്കാം. അവർക്കൊക്കെ ആവശ്യമായ ഉപജീവന മാർഗങ്ങൾ, ജോലിയൊക്കെ ലഭിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവർക്ക് തക്കതായ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ മുൻപോട്ടുള്ള ജീവിത പ്രയാണത്തിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഓർക്കാം. ദൈവം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലവിധമായ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ, ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങളുള്ളവര്, പ്രതിസന്ധികളുള്ളവര് നമുക്ക് ഓർക്കണം. രോഗാവസ്ഥയിലുള്ളവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നമുക്ക് ഓർക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, പലവിധമായ ബുദ്ധിമുട്ടുകളാൽ ക്ലേശം അനുഭവിക്കുന്ന ജനങ്ങളെ ഓർക്കാം. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ പേരിൽ, ജാതിയുടെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ അവഗണിക്കപ്പെടുന്നവർ, ആക്രമിക്കപ്പെടുന്നവർ, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മിഷണറിമാരെ എല്ലാം നമുക്ക് ഓർക്കാം. എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രൈസ്തവ സഭകളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുരഞ്ജനത്തിന്റെയും അനുതാപത്തിന്റെയും നാളുകളായി സഭയ്ക്ക് തീരുവാനും സഭയ്ക്ക് ആധ്യാത്മികമായ നവീകരണവും ശക്തീകരണവും ഒക്കെ ഉണ്ടാകുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഏൽപ്പിക്കാം, നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിക്കാം, നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെ എല്ലാം ഏൽപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അന്നമ്മ ജോൺ ആന്റി പ്രാർത്ഥിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. ഓക്കെ.
സർവശക്തനെന്ന തിരുമായ സ്വർഗസ്വപിതാം ദൈവമേ, ഇന്ന് കർത്താവേ, ഈ നോയമ്പിന്റെ 2-ാം ബുധനാഴ്ച കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ നിന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ബലഹീനരും പാവികളുമാകുന്നു കർത്താവേ. ഈ നോയമ്പിന്റെ കാലത്ത് കർത്താവേ, ഞങ്ങളൊന്ന് കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് പുനർപരിശോധിക്കുവാൻ കർത്താവെ അവിടുന്ന് തരുന്ന സഹവാസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പാവങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും കൊച്ചമയും കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നല്ലൊരു ഇടയനായി കർത്താവെ ഞങ്ങളോടൊപ്പം കർത്താവെ നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ, തുടർന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ കർത്താവെ നിന്റെ നാമമഹത്വത്തിനായി കർത്താവെ ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമേ തൃക്കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, നിന്റെ ദാസിക്ക് ശരീരാരോഗ്യങ്ങളെ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യം നൽകി കർത്താവെ നമ്മളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ നല്ല വിജയം നേടുവാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സഭയായി കർത്താവെ തിരുസന്നിധിയിൽ വരുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ മറ്റും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള ഓരോ കുടുംബത്തെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. നാഥാ, വാർദ്ധക്യത്തിലിരിക്കുന്നതായ എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ മക്കളുടെ ആരോഗ്യത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, നിന്നിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ബാലകളായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കർത്താവെ പഠനത്തിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. അവർക്ക് ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മക്കൾക്ക് അവിടുന്ന് കൂടുതലായ കൃപകൾ നൽകി അനുഗ്രഹിച്ചു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയം കരസ്ഥമാക്കുവാൻ തക്കൊണ്ട് അവിടുന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ യുവജനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോകുവാൻ ഒരുത്തരും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി കുറുബ നിന്റെ ഓരോ മക്കളുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കുടുംബമായി കർത്താവെ ഓരോ മക്കളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഓരോ കുടുംബത്തെയും അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംഘടനകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സ്ത്രീജനസഖ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടുത്ത 8-ാം തീയതി നടക്കുന്ന സ്ത്രീജനസഖ്യ ഞായറാഴ്ച ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിലെല്ലാവരെയും കർത്താവെ നിന്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കളുടെ മേലും നിന്റെ തിരുകൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ജീവിപ്പാൻ അവിടുന്ന് ഓരോ മക്കളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ നാമം കർത്താവെ നിന്റെ മക്കൾക്ക് ഹൃദിസ്ഥമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇട നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പൈതങ്ങളെയും അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കർത്താവെ പാപികളും ദോഷികളുമാകുന്ന ഏഴകൾക്ക് അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിവാഹപ്രായമെത്തിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്കതായ ഒരു തുണി അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് അവിടുന്ന് കർത്താവെ കൂടെ ഇരുന്ന് ഓരോന്നും അവിടുന്ന് സാധ്യമാക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മനസ്സാക്ഷികളോട് അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് കർത്താവെ ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗികളുടെ എല്ലാ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ക്യാൻസറിന്റെ കർത്താവെ ഡയാലിസിസ് ആയിട്ട് അങ്ങനെ പല രോഗികളായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ
കർത്താവേ നിന്റെ മക്കളെ ഓരോരുത്തരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ രോഗക്കിടക്കെ അവിടുന്ന് മാറ്റിവരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി യഹോവ എനിക്ക് വലിയവ ചെയ്തു എന്ന് സാക്ഷികളാകുവാൻ കൊണ്ട് അവിടുന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ മിഷനറി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് കർത്താവേ ഞങ്ങളുടെ മിഷനറിമാരെയെല്ലാം അവിടുത്തെ തൃക്കരങ്ങൾ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ സേവനങ്ങൾ കർത്താവേ നിന്റെ മക്കൾക്ക് പ്രയോജനകരമാക്കി തീർക്കുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സേവനത്തിൽ കൂടെ കർത്താവേ നിനക്ക് കർത്താവേ നിന്നെ അറിയുന്ന മക്കളായി തീരുവാൻ തക്കൊണ്ടോടുന്ന് സഹായിക്കണമേ. നഗരെ അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ നാമം മഹത്വീകരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് കൂടെയിരിക്കുന്ന ഓരോ മക്കളോടും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ രാജ്യത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്ന ഭരണാധികാരികളെ തൃക്കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ അവിടുന്ന് ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ലൊരു ഭരണം അവിടുന്ന് നിറവേറ്റുവാൻ തക്കോണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ദേശവാസികളായി കർത്താവെ, ഞങ്ങൾ ദൂരസ്ഥരായിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാം തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവെ, ദൂരെ ആയിരിക്കുന്ന കർത്താവെ, എല്ലാവരെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പൊന്നുചിറകിൻ ഞങ്ങളെയും അവരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിധമായ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും സൗഖ്യവും സമാധാനവും ഉടന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നാലും അവർക്ക് വേണ്ടി ഓളും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൃപ തോന്നണമേ, മനസ്സലി തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സന്ധ്യാസമയം കർത്താവെ അല്പസമയം നിന്നിലായിരിക്കാൻ തക്കൊണ്ടോടുന്ന് കൃപ നൽകുവാനാണമേ. നോയമ്പുകാലം കർത്താവെ ഞങ്ങളെ ഏറ്റവും എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. അവിടുന്ന് കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപക്കറകളെ അവിടുന്ന് മാറ്റി കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനോട് കർത്താവെ ഞങ്ങളും തിരുസന്നിധിയിലായിരിക്കുന്നു കർത്താവെ. കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവെ. ഞങ്ങളോട് മനസ്സലി തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. നിന്റെ മക്കളുടെ അനുഗ്രഹത്തിന് കർത്താവെ അവിടുന്ന് തടസ്സമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ ഒന്ന് മാത്രമായിരിക്കാൻ തക്കോണം സഹായിക്കണമേ. ചോദിച്ചയിലും പരനന്മളാൽ നിറയ്ക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, രക്തവെള്ളപ്പാൽ കാക്കണമേ, പുനശ്ചരയും പരിഭാസൂക്ഷിച്ചോണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനോട് യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ടെത്തുമള്ളണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങളെ എല്ലാവരെയും ഈ നോമ്പുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പാട്ടുപാടി സഹായിച്ച റീനു, സങ്കീർത്തനം വായിച്ച കോശി, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച അന്നമ്മ ആൻറ്റി, ഇവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് ചുമതലകളെല്ലാം കമ്മിറ്റിക്കാരെയാണ് ഏൽപ്പിച്ചത്. ഓരോ ആഴ്ച ഓരോ സംഘടനകളെയും അങ്ങനെയുള്ള സംവിധാനത്തിലൂടെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാപൂർണമായ പങ്കാളിത്തം പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. നോമ്പ് ഒരു പൊതുവായി സമയബന്ധിതമായി വാർഷികമായി സൈക്ലിക്കലായി ചാക്രികമായി നമ്മൾ ഏർപ്പെടുന്ന ഒരു അനുഷ്ഠാനമാണ്. ഇറ്റ് ഈസ് എ റിച്വൽ. We are very so particular, church is very particular, church is very conscious of the Lent season, and church is always, in particular to maintain the Lent. സഭ വിശ്വാസ സമൂഹമാകമാനം ഈ നോമ്പ് വളരെ കൃത്യമായി ഭംഗിയായി നന്നായി ആചരിക്കപ്പെടണമെന്ന്, അനുഷ്ഠിക്കപ്പെടണമെന്ന് ഈ നാളുകളിലൊക്കെ വളരെ ആഗ്രഹിക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള ചിന്തകളും അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള ഒരു
സഭയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഇൻസ്പിറേഷനും സപ്പോർട്ടും ഒക്കെ തരുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ, ലണ്ടൻ റിട്രീറ്റുകൾ, ഇപ്പോൾ ദൈനംദിനമുള്ള ചെറിയ ഹ്രസ്വമായ പ്രസംഗങ്ങൾ, ധ്യാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പല സഭകൾ, എല്ലാ സഭകളും ഓരോരുത്തരും വ്യക്തികളും ഒക്കെ ഈ സമയത്ത് ഓരോരോ ദിവസം ഓരോരോ ചെറിയ നോമ്പുമായി ബന്ധപ്പെട്ട ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും നമ്മളൊക്കെ കേൾക്കുകയും അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ആ ഒരു അർത്ഥത്തിൽ ചർച്ച വളരെ ആക്റ്റീവാണ്, സജീവമാണ്. വിശ്വാസത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കുന്നു എന്നുള്ളതും പ്രശംസനീയമായ കാര്യമാണ്. നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ചില എസെൻഷ്യൽ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള, മൗലികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരികെ എത്താനുള്ള ഒരു സമയമാണ്. ഇറ്റ് ഈസ് എ ടൈം ഫോർ us to reach back to the essence and the essential matters of our faith. നമ്മൾ കഴിഞ്ഞ ചാമ്പൽ ബുധനാഴ്ച നമ്മൾ ചിന്തിച്ചതും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിന്തിച്ചതും അതിൻ്റെ ഒരു മൗലികമാണ്. അതിൽ മൗലികമായ ഒരു ആശയമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയും ഉപവാസത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം. അവിടെ കൃത്യമായി നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് ഉള്ള പരാമർശങ്ങളുണ്ട്. ലെൻറ്റ്, ഐസയ ചാപ്റ്റർ 58, അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ, 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായി എന്താണ് നോമ്പ്, യഥാർത്ഥത്തിലുള്ള നോമ്പ് എന്താണ് എന്ന് അവിടെ ദൈവം ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കാനായിട്ട്, ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു യെശയ്യാ പ്രവാചകനിലൂടെ. പ്രവാചകനോട് ദൈവം ആദ്യം പറയുന്നത്, ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. എന്താണ് അവരുടെ പാപമെന്ന്, അവരുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ എന്താണ് എന്ന് ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ ജനതയെ അറിയിക്കുവാനായിട്ടാണ് ദൈവം പറയുന്നത്. അത് പറയുന്നത് ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, നിന്റെ ശബ്ദമുയർത്തി പറയണം എന്നാണ്. ദൈവം യെശയ്യാ പ്രവാചകന് വളരെ ശക്തമായ നിർദ്ദേശം നൽകുകയാണ്. ഡോണ്ട് കോംപ്രമൈസ്. ജനങ്ങളെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥതയുണ്ടാകും, ജനങ്ങളെ എതിർക്കും, ജനങ്ങളുടെ വിയോജിപ്പുണ്ടാകും, വിമർശനമുണ്ടാകും എന്നൊക്കെ നീ ഭയന്ന് നീ പറയേണ്ട കാര്യം നീ പറയാതെ ഇരിക്കരുത്. അത് പറയേണ്ട കാര്യം നീ ഉറക്കെ പറയണം. അടങ്ങിയിരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഹാവ് ടു കോൺസ്റ്റന്റ്ലി ആൻഡ് ആക്റ്റീവ്ലി പ്രൊക്ലെയിം. അതെന്താണ് പറയേണ്ടത്? ഇൻഫോം ദം ഓഫ് ദെയർ ട്രാൻസ്ഗ്രഷൻസ് ആൻഡ് സിൻസ്. ഇസ്രായേൽ ജനതയുടെ പാപത്തെക്കുറിച്ച്, അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച്, അവരുടെ ലംഘനങ്ങളെക്കുറിച്ച് അവരോട് ഉറക്കെ പറയാനാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഈസ് എ റൈറ്റ് വേ ഓഫ് റിമൈൻഡിങ് ദ പീപ്പിൾ ഓഫ് ദെയർ സിൻസ്. നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും അത് രഹസ്യമായിട്ട് നമ്മളോട് പറയണമെന്ന്. രഹസ്യമായിട്ട് പറഞ്ഞാലും നമുക്കത് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഒരു വലിയ പ്രോബ്ലം നമ്മളെല്ലാം ശരിയാണെന്നാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ശരിയാണ്, ഓരോരുത്തരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനി നമ്മളിലെ ഏതെങ്കിലും ഒരു കുറവുകൾ ആരെങ്കിലും, അത് അടുപ്പമുള്ളവരാണെങ്കിലും അകലത്തുള്ളവരാണെങ്കിലും നമ്മളോട് പറയാൻ ശ്രമിച്ചാൽ അതിനെ ചിലപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു കുറവ് നമുക്കുണ്ട് എന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഉറക്കെ പറയുന്നതും പരസ്യമായി ചൂണ്ടിക്കാണിക്കുന്നതും ഒന്നും ഒരു കാലത്തും ആർക്കും ഇഷ്ടമല്ല. അത് സമൂഹത്തിന്റെ കുഴപ്പങ്ങളാണെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിലും വീഴ്ചകളാണ്. വി ഡോണ്ട് ലൈക്ക് someone pointing at our faults or failures publicly, or we don't even like someone pointing our failures at all, even it is private or public.
പൊതുവാണെങ്കിലും രഹസ്യമാണെങ്കിലും നമ്മളുടെ കുഴപ്പങ്ങളെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ നമ്മൾ സന്നദ്ധമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്നും അത് തന്നെയാണ്. കാരണം ആ ജനത വിചാരിച്ചിരിക്കുന്നത് അവർ റിലീജിയസ് ആണ്, അവർ നല്ലവരാണ്, അവർ ആത്മീയരാണ്, അവര് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്, അവർ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ദൈവം താഴോട്ട് പറയുന്നത്, അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. അത് ഒരു കുഴപ്പമല്ലല്ലോ. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. They are trying, they are attempting something. They are trying to prove themselves they are good. മറ്റുള്ളവരെ പോലെ, നീതിയുള്ള ജാതികളെ പോലെ, ജനതകളെ പോലെ ദൈവത്തെ അറിയിക്കാനും അന്വേഷിക്കാനും ഒക്കെ they are attempting in their own way. അവരുടെ രീതികളിൽ, അവർ മനസ്സിലാക്കിയിരിക്കുന്ന, അവർ പഠിച്ചിരിക്കുന്ന, അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന രീതികളിൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ദൈവം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമുള്ളതാകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദൈവം, യഹോവയായ ദൈവം അവരെ കുറിച്ച് പറയാൻ, അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ പാപം, ലംഘനം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദെയർ പേഴ്സണൽ സിൻസ്, ഇറ്റ് ഈസ് നോട്ട് ദെയർ സോഷ്യൽ സിൻസ്. God is telling the prophet to remind them about their spiritual sins. അവരുടെ ആത്മീയമായ പാപങ്ങളെ കുറിച്ച്, വീഴ്ചകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പറയുന്നു. കാരണം അവര് ദൈവത്തെ അന്വേഷിക്കുന്നവരാ, ദൈവത്തോട് അടുക്കാൻ അവർ വാഞ്ചിക്കുന്നു. They wanted, they intend, they like, they wish to be close with God. അവരൊക്കെ പരിശ്രമിക്കുന്നു. ആത്മീയത, നമ്മുടെ ഇന്നത്തെ ലോകവും അത്തരത്തിലുള്ള ഒരു ലോകമാണ്. നമ്മളും ഈ നോമ്പ് നാളുകളിലൂടെ, ആചാരങ്ങളിലൂടെ ഒക്കെ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും മോശമാണെന്ന് ദൈവം പറയുന്നില്ല. ദൈവം അത് മനസ്സിലാക്കുന്നു. നന്മയുള്ളവർ ചെയ്യുന്നത് പോലെ അവരും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവർക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും ആ ജനം കംപ്ലൈന്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മദമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ജനം ചോദിക്കുക. അവരൊരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് ദൈവം അതിലൊന്നും പ്രസാദിക്കുന്നില്ല. ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഈവൻ pleased in their attempt to be close with God. അതിന് ദൈവം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ നോമ്പ് നോൽക്കുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നുണ്ട്. താഴോട്ട് വായിക്കുന്നുണ്ട്. തലയെ വേഴത്തെ പോലെ കുനിക്കുക, 5-ാമത്തെ വാക്യം. കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം, ഇതിനോ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. അവര് ഒരു നോമ്പ് നാളുകളിൽ അവശ്യം അനുഷ്ഠിക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ്? അവര് തലയെ വേഴത്തെ പോലെ, ഭയങ്കര ഹ്യൂമിലിറ്റിയാണ്, ഭയങ്കര വിനയമാണ്. അവര് രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്നു, അല്ലേ? അത് അനുതാപത്തിന്റെ ഒരു പ്രകടനമാണ്. ഇതെല്ലാം അവർ ചെയ്യും. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. അതൊക്കെ ചെയ്തിട്ടും അവരുടെ കംപ്ലൈന്റ് ആണ്, ഇതൊക്കെ നീ എന്താ കാണാത്തത്? ദൈവം എന്താ ഇതൊന്നും കാണാത്തത്? കംപ്ലൈന്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം കാണാത്തത് എന്ന് ദൈവം അവരുടെ സ്പിരിച്വൽ ഇഷ്യൂസ്, ഒരു സ്പിരിച്വൽ ഡയഗ്നോസിസ് നടത്തുന്നുണ്ട് ദൈവം. നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കണം, അടുത്ത വാക്ക് 4-ാമത്തെ വാക്യമാണ്. നിങ്ങൾ വിവാദത്തിനും
കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. ദൈവം പറയാണ്, ഒരു വശത്ത് ഇവര് സഭ കൂടുമ്പോൾ, അനുഷ്ഠാനം ചെയ്യുമ്പോൾ അവര് തല കുമ്പിടുന്നു, അല്ലെ, മുട്ടുകുത്തുന്നു, പായെ കിടക്കുന്നു, അങ്ങനെ ഒരുപാട് വിനയത്തിന്റെ, താഴാഴ്മയുടെ, ലാളിത്യത്തിന്റെ എല്ലാം ചെയ്യുന്നു, രട്ടിൽ കിടക്കുന്നു. ഒരു വശത്ത് അതൊക്കെ ദൈവം കാണുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് മറുവശത്ത് നിങ്ങള് സാധാരണ ദിവസത്തെ പോലെയാ നിങ്ങളെല്ലാം ബിഹേവ് ചെയ്യുന്നത്. A Lent day is another normal day for you. അത് മാത്രമല്ല, ദൈവം പറയുന്നത് എന്താണ്? നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണമല്ല നിങ്ങൾ നോമ്പ് നോക്കുന്നത്. അതാണ് വലിയ പ്രോബ്ലം. ഒരു വശത്ത് നമ്മുടെ ആത്മീയമായ ആചാരങ്ങളൊക്കെ വളരെ കൃത്യമാണ്. പക്ഷെ മറുവശത്ത് നമ്മള് ഉപേക്ഷിക്കേണ്ടതിനെ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ വിട്ടുകളയേണ്ടതിനെ ഒന്നും വിട്ടുകളയുന്നില്ല. വിവാദവും കലഹവും അടിയും പിടിയും ബഹളവും, all this continues in our lives. ഇതൊരു വ്യക്തിപരമായ ആരോപണമായിട്ടല്ല. God is making this allegation against the whole community. നിങ്ങൾ ആത്മീയരാണ് എന്ന് അഭിനയിക്കുകയാണ്. on one side you try to cover up all your failures in your religiosity. നമ്മളുടെ ആത്മീയത, നമ്മളുടെ മതാത്മകത, നമ്മളുടെ അനീതികളെയും അക്രമങ്ങളെയും ഒക്കെ മൂടി വെക്കാനുള്ള ഒരു ഉപായമാകരുത്, ദൈവം പറയാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്. God is not cancelling or nullifying all these rituals related with Lent. But God is concerned with the other side of our life. God is not captivated by our religiosity. നമ്മളുടെ ഈ മതാത്മകതയിലും ആചാര അനുഷ്ഠാനങ്ങളിലും ഒന്നും ദൈവത്തെ നമുക്ക് തളച്ചിടാൻ പറ്റില്ല. God goes beyond our religiosity and ritualisms. നമ്മളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുന്നു. നമ്മളുടെ തനതായ സ്വഭാവങ്ങളിൽ, നമ്മുടെ മൗലികമായ സ്വഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു? വിവാദം ഉണ്ടാക്കുന്നു, അല്ലെ? നമുക്ക് ഇല്ലാത്തത് ഉണ്ടാക്കുന്നതിനാണ് വിവാദം, കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക, കലഹം, അതാണ് അതിൻ്റെ ഒരു കാരണം. പിന്നെയോ വയലൻസ്, അടിയും പിടിയും ബഹളം. ഇതൊരു വളരെ പ്രോഗ്രസീവായിട്ട് പറയുന്നതാണ് പ്രവാചകൻ. So on one side you have all these things, but on the other side all the evils are continuing. So your നിങ്ങളുടെ നോമ്പിന് ഈ അനീതികളെയും അക്രമങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അനീതികളെയും അക്രമങ്ങളെയും ഒക്കെ ശമിപ്പിക്കത്തക്ക വിധം, ഇല്ലാതാക്കത്തക്ക വിധം, റദ്ദ് ചെയ്യത്തക്ക വിധം അല്ല നിങ്ങളുടെ നോമ്പനുഷ്ഠാനങ്ങൾ. ഇറ്റ് cannot go together. ദൈവം പറയുന്നുണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം ഉപവാസത്തെ കുറിച്ച് വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നോമ്പിനെ കുറിച്ച് വിമർശിക്കുന്നത്. കാരണം on the other side, not because that the Lent observations are bankrupt, the other side of our life is not validating what we are doing in our Lent. നമ്മുടെ നോമ്പുകളിൽ, ഉപവാസങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്നത്, ആചരിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ മറ്റവസരങ്ങൾ കൊണ്ട്, മറ്റിടപെടലുകൾ കൊണ്ട്, മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. These things are entirely different and paradoxical. It cannot be. ആ തട്ടിപ്പ് പറ്റില്ലെന്നാ കർത്താവ് പറയുന്നത്. ആ കളവ്, കാപട്യം ദൈവസന്നിധിയിൽ പാടില്ലെന്നാണ് ദൈവം ഇസ്രായേൽ ജനതയോട് പറയുന്നത്. ഒരു ശരിയായ, സത്യസന്ധമായ, ആത്മീയതയിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. വൈരുദ്ധ്യങ്ങളില്ലാത്ത, പൊരുത്തക്കേടുകളില്ലാത്ത ഒരാത്മീയമായ, സമഗ്രമായ ആത്മീയ അനുഭവങ്ങളിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്.
പിന്നെ താഴോട്ട് വായിക്കുന്നുണ്ട് എന്താണ് നോമ്പ് എന്ന്, എന്താണ് ഉപവാസം എന്ന് ദൈവം അവിടെ പറഞ്ഞു. എന്തല്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അനുഷ്ഠാനങ്ങളിലും പ്രസാദിക്കുന്നില്ല? കുഴപ്പം നിങ്ങളുടേതാണ്, എൻ്റെതല്ല, നിങ്ങളുടേതാണ്. ഞാൻ നോക്കാത്തത് എന്താണ്, ഞാൻ പ്രസാദിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ കാരണം എൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളിലാണ് ആ കുഴപ്പം. ദ പ്രോബ്ലം ഈസ് ഇൻ യു. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നീതിയുക്തമല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അത് നീതിയുക്തമല്ലെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കില്ല ദൈവം. അതുകൊണ്ട് ദൈവം പറയുകയാണ് 6-ാമത്തെ വാക്യം മുതൽ എന്താണ് നോമ്പെന്ന് പറയുന്നു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എന്താണ് ഉപവാസം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. വാട്ട് ഈസ് ഫാസ്റ്റിംഗ്? ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് അവോയ്ഡിങ് ഫുഡ്. ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനല്ല ഉപവാസം എന്ന് പറയുന്നു. മറിച്ച് ഒരു സവിശേഷമായ ജീവിത ക്രമീകരണം സ്വീകരിക്കുന്നതിനാണ്. നീതിയുക്തമായി സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മളെയും മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. 7-ാമത്തെ വാക്യം പറയുന്നു, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ. എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? 3 കാര്യങ്ങൾ ആമുഖം ആദ്യം പറയുന്നുണ്ട്. എന്താണ്? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുക, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക. 4-ാമത്തെ കാര്യം പറഞ്ഞു, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. ആദ്യത്തെ 3 കാര്യവും നമുക്ക് വ്യക്തമാണ്, നമുക്ക് സംശയമൊന്നുമില്ല. എന്താ ദൈവം പറഞ്ഞത്? എന്താണ് ഈ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക? അതൊരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. അത് അല്പം ചിന്തിക്കേണ്ട ഒരു ഭാഗം. എന്താണ് മാംസരക്തങ്ങൾ? പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. കുറച്ച് ചിന്തകന്മാര് പറയുന്നത് അത് ആദ്യം പറഞ്ഞ 3 കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. കാരണം ആവശ്യത്തിലും ഭാരത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്തുകൊള്ളുന്നതിന്, അവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കുന്നതിന് തന്നെയാണ്. എല്ലാ മനുഷ്യരെയുമാണ് നിന്റെ മാംസരക്തങ്ങൾ. യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി അല്ലെ? നമ്മളെല്ലാം ഒരു വലിയൊരു യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ്. വി ആർ നോട്ട് അലോൺ. നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല. ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ കുഴപ്പം അതല്ല. നമ്മൾ വളരെ പേഴ്സണലൈസ്, ഇൻഡിവിജ്വലൈസ്, ഹൈപ്പർ ഇൻഡിവിജ്വലിസമാണ്. സോളിപ്സിസം എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഒരു എക്സ്ട്രീമിസമാണ്. നമ്മളൊക്കെ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത്രത്തോളം നമ്മൾ സ്വാർത്ഥരാണ്. അതുകൊണ്ട് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഈസ് ഗ്രാജുവലി മിസ്സിംഗ് ഫ്രം അസ്. നമ്മളെല്ലാം ഒന്നാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന ഒരു ചിന്ത മാറുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ പശ്ചാത്തലത്തിലാവും നല്ല ശമരിയാക്കാരന്റെ കഥയൊക്കെ പറയുന്നത്. അതിന്റെ ഒരു വിശാലമായ തലം അർത്ഥം അതാണ്. ഇറ്റ് മീൻസ് ദ ഹോൾ ഹ്യൂമാനിറ്റി. മനുഷ്യരാശി ആകമാനം. അതിൽ ആവശ്യത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ബലഹീനത്തിലും ആയിരിക്കുന്നവരെ കരുതുക, ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു വശം. ഓൺ ആൻ ഐഡിയൽ ലെവൽ അത് വളരെ കൃത്യമാണ്. അതിനകത്ത് നമ്മൾ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു അർത്ഥം എനിക്ക് തോന്നുന്നു മേൽപ്പറഞ്ഞ ആ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമാണ്. അടിമ കയറുകളെ അയക്കുക, ബന്ധനങ്ങളെ അഴിക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക, വിടുവിച്ച് അയക്കുക, വിശക്കുന്നവന് കൊടുക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, അലഞ്ഞു തിരിയുന്നവരെ
കൈക്കൊള്ളുക, അതെല്ലാം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ഇറ്റ് കൺസേൺസ്, ഇറ്റ് മാറ്റേഴ്സ് ടു ദ ഹോൾ ഹ്യൂമാനിറ്റി. എല്ലാവരെയും ബന്ധിക്കുന്ന, എല്ലാവരെയും സൂചിപ്പിക്കുന്ന, എല്ലാവരോടുമായിട്ടുള്ള ഒരു അർത്ഥമാണ്. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് മാംസരക്തങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുക എന്നുള്ളത് ഒരു റീറ്ററേഷൻ ആയിട്ടാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആവർത്തനം മറ്റൊരു ഭാഷയിൽ, മറ്റൊരു പ്രയോഗത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വേറെ കുറച്ച് ചിന്തകന്മാർ പറയുന്നത് അത് മാത്രമല്ല. See, though we are concerned, or we need to be concerned about the whole humanity, how do we deal with our immediate relationships? ചില ചിന്തകന്മാർ പറയുന്നത് അങ്ങനെയല്ല. നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ നമ്മൾ എങ്ങനെയാ നയിക്കുന്നത്? ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, അതായത് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ഹൗ ഡു വി പ്രസന്റ് ourselves? ഹൗ ആർ വി ആക്സസബിൾ? ഹൗ ആർ വി അവൈലബിൾ ഫോർ ദം? അതൊരു ചോദ്യമാണ്. നിങ്ങളുടെ മാംസരക്തങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുക. അവര് നിങ്ങളെ കാണാതിരിക്കുന്നതോ അവര് നിങ്ങളെ കാണുന്നതും നിങ്ങൾ അവരെ കാണുന്നതും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മറയ്ക്കാതിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. നമുക്കറിയാം, നമ്മുടെ വേദപുസ്തകം ആകമാനം പഠിക്കുമ്പോൾ ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഒരു വലിയ പ്രശ്നമാണ്. വേദപുസ്തകത്തിന്റെ ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി. കായിന് ഹാബേലും തമ്മിലുള്ളത് ഒരു വിശാലമായ സാമൂഹിക പ്രശ്നമല്ല, അത് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആദാമും ഹവയും തമ്മിലുള്ളത് വിശാലമായ സാമൂഹിക പ്രശ്നമല്ല, അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതം പഠിക്കുന്ന സമയത്ത് അതും ഒരു വളരെ വിശാലമായ പ്രശ്നമല്ല, അതൊരു കുടുംബത്തിനകത്ത് സാറയും അബ്രഹാമും തമ്മിലുള്ള പ്രശ്നമാണ്. ഒരർത്ഥത്തിൽ ആ ഒരു എപ്പിസോഡ് നമ്മൾ വായിക്കുന്ന സമയത്ത് സാറയുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, സാറ വാസ് റെസ്ട്രിക്റ്റിംഗ് എബ്രഹാം ടു റിലേറ്റ് വിത്ത് ഹാഗാർ. ഹാഗാറിനോടും കുഞ്ഞിനോടും ഇസ്മയേലിനോടും ഒരപ്പൻ എന്നുള്ള നിലയിൽ അവന്റെ കടമ നിർവഹിക്കുന്നതിന്, അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സാറ ഇടപെടുകയാണ്. സാറ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവനെ പുറത്താക്ക്, അവൻ ഇങ്ങനെയുള്ളവനാണ് എന്ന് പറയുന്ന തരത്തിൽ ആ ബന്ധങ്ങൾ മായ്ക്കപ്പെടുന്നു. അതായത് അവരിൽ നിന്ന്, അതുകൊണ്ടാണ് അവരെ ഇറക്കി വിടാൻ പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഹൈഡിങ്. സാറ അബ്രഹാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇറക്കി വിട്, യു ഹൈഡ് യുവർ സെൽഫ്, ദേ ഡോണ്ട് വാണ്ട് ടു സീ യു, ഐ ഡോണ്ട് വാണ്ട് ദം ടു സീ യു, യു ഡോണ്ട് സീ ദം. പിന്നീട് നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയും ഏശാവും യാക്കോബും തമ്മിലുള്ള തർക്കം. അതിനകത്ത് റെബേക്കയുടെ റോള് വളരെ പ്രധാനമാണ്. റെബേക്ക യാക്കോബിനെ കൂടുതൽ സ്നേഹിക്കുന്നു. അല്ല, അതിനുശേഷം നമുക്കറിയാം പിന്നീട് ഏശാവും യാക്കോബും തമ്മിൽ ഒന്നാകുന്ന ഒരു മാതാപിതാക്കൾ അമ്മയുണ്ടാക്കിയ കുഴപ്പം മക്കൾ അത് പിന്നീട് കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ യാക്കോബിന്റെ ജീവിതത്തിൽ എന്താ പിന്നീട് സംഭവിക്കുന്നത്? സെയിം, ജോസഫും സഹോദരന്മാരും തമ്മിലുള്ള പ്രശ്നം, അവര് വീണ്ടും ഒന്നിക്കുന്നു. അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ ഈ കാര്യം വളരെ കുറച്ചുകൂടി കൃത്യമായി പറയുന്നുണ്ട്. നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടുന്ന ഒരു ഭാഗം കൂടെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, 21 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. കൊല ചെയ്യരുത് എന്ന് പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്ന, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വലത് ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ച് ഒന്നാമത് എന്ന് സഹോദരന് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? വഴിപാടിനെ കുറിച്ചും യാഗത്തെക്കുറിച്ചും അനുഷ്ഠാനത്തെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ പോലും പറയുന്നത് റിമെമ്പർ യുവർ ബ്രദർ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് കുറച്ചുകൂടി നമ്മൾ ഈ നാളുകളിൽ ആപ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ്? നിന്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നത് ഒരു നോമ്പനുഷ്ഠാനമാണ്. അതായത് അകന്നുപോയ, വിട്ടുകളഞ്ഞ, മുറിഞ്ഞുപോയ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഈ കാലത്തൊന്ന് നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ബോധപൂർവമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞത് അത് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാ ഒരു ചാലഞ്ചാണ്. ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഊന്നി പറയാൻ ആഗ്രഹിച്ചത്. ആദ്യം ഞാൻ പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ചാണ്. രണ്ടാമത് ഇന്നത്തെ ചിന്തയായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാന ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, നമ്മുടെ വിശാലമായ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് വളരെ യൂട്ടിലിറ്റേറിയനിസം വളരെ ശക്തമാവുന്നൊരു കാലം. ഉപയോഗത്തിന് വേണ്ടി മാത്രം, പ്രയോജനത്തിന് വേണ്ടി മാത്രം ബന്ധങ്ങളെയും എല്ലാം ഉപയോഗിക്കുന്നവർ. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വി ത്രോ ഇറ്റ് ഔട്ട്. അതാണ് യൂട്ടിലിറ്റേറിയനിസം. അതുകൊണ്ട് അതൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ നോമ്പ് നാളുകൾ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള മാതാപിതാക്കൾ തമ്മിലും, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും, എക്സ്റ്റെൻഡഡ് ഫാമിലീസും റിലേറ്റീവ്സും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്ന് ഉറപ്പിക്കപ്പെടാൻ, ഒന്ന് ശക്തമാക്കപ്പെടാൻ, ഒന്ന് പ്രബലമാക്കുവാനായിട്ട് ഈ നോമ്പ് നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. അതായത് ദൈവം പറയുന്നത് എന്താണ് ഉപവാസം എന്ന് ചോദിച്ചാൽ, നിന്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതാണ്. ഡോണ്ട് ഹൈഡ് ഫ്രം റിലേഷൻഷിപ്സ്. ഡോണ്ട് ഹൈഡ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റീസ് ഇൻ യുവർ റിലേഷൻഷിപ്സ്. അതൊരു കുടുംബ ബന്ധങ്ങളുടെയും വിശ്വാസ ജീവിതത്തിന്റെ, വ്യക്തിപരമായ ജീവിതത്തിന്റെയും ഒക്കെ ശക്തീകരണമായിട്ട് മനസ്സിലാക്കാൻ ഈ നാളുകളിൽ നമുക്കിടയാകണം. എനിക്ക് തോന്നുന്നു യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ അതൊരു വലിയ ചലഞ്ച് ആയിരുന്നിരിക്കണം. സാഹോദര്യ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്, സ്നേഹബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നത്, അയൽബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നത്, അതിനെ വീണ്ടെടുക്കുവാനായി, അതിനെ നേരെയാക്കുവാനായി യഹോവയായ ദൈവം യെശയ്യാവിലൂടെ ദൈവജനത്തോട് അറിയിക്കാം. നമുക്കും ആ ദൂത് ഈ നാളുകളിൽ കേൾക്കാം. നമ്മുടെ ജീവിതത്തെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബന്ധങ്ങളെ അതിന് നന്മയിൽ സൂക്ഷിക്കാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. ഈ നോമ്പ് നാളുകൾ കർത്താവേ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകളാണല്ലോ. എന്താണ് യഥാർത്ഥ ഉപവാസം എന്ന് അങ്ങേക്ക് പ്രസാദകരമായ ഉപവാസമെന്ന്, ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഉപവാസമെന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിപ്പാൻ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക്, ഞങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്സിന്, ഫ്രണ്ട്ഷിപ്സിന്, സാഹോദര്യ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുവാൻ, അകന്നു പോയിരിക്കുന്ന ബന്ധങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ കർത്താവേ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മറന്നുപോയവരെ, ഞങ്ങൾ സ്വയം മറച്ച് പിടിച്ചിരിക്കുന്നവർ, മറക്കാൻ ശ്രമിക്കുന്നവരെ ഒക്കെ ഓർത്തെടുക്കാൻ, അവരെയൊക്കെ കരുതുവാൻ, അവരെ അന്വേഷിക്കുവാൻ, അവരെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകളൊക്കെ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളെയൊക്കെ സൗഖ്യം നൽകി, ആശ്വാസം നൽകി, ഞങ്ങളെ ബലപ്പെടുത്തി മുൻപോട്ട് നടത്തണമേ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കുമായിട്ട് സ്തോത്രം. ദൈവകൃപയിൽ സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമിന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടുകൂടെയും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും ബലഹീനതയിലും ഭാരത്തിലുമായി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുപാടിയ റീനുവിനോട്, സങ്കീർത്തനം വായിച്ച കോശിയോട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ അന്നമയോൺ ആന്റിയോട്, ഇവരോടെല്ലാം 3 പേരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത ബുധനാഴ്ച വൈകിട്ടും പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെങ്കിൽ ഏകദേശം 33 പേരോളം ഇതിൽ പങ്കെടുത്തു. സന്തോഷം.
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പ് നാളുകൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കും വേദപുസ്തക വായനയ്ക്കും